ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നല്ലപോലെ പഴുത്ത് കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടാവില്ല, അതായത് തൊലിയൊക്കെ നല്ലപോലെ കറുത്തിട്ടുള്ള നേന്ത്രപ്പഴം, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ കറുത്ത നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇനിയൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ രണ്ടെണ്ണം കേട്ടോ എടുത്തിട്ടുള്ളത്, മീഡിയം സൈസുള്ള രണ്ടെണ്ണം. ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതാ പഴം മുഴുവനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. അതായത് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണ്ടോ അരച്ചെടുക്കാൻ. ഇപ്പോൾ അതാ ഞാനിവിടെ നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പീസുകളൊന്നുമില്ല, ഇതുപോലെ വേണ്ടോ നമുക്ക് കിട്ടാനും. അപ്പോൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പഴത്തിൻ്റെ ഒരു പേസ്റ്റ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന അളവുകളൊക്കെ ഏകദേശം കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ 1 മതി കേട്ടോ. ഇനി ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുക്കാം. ഇപ്പോൾ നമ്മൾ പഴമൊക്കെ അടിച്ചത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കണം. ഇനി ഇതിലേക്കുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. പഴം അത്യാവശ്യം നല്ല മധുരമുള്ള പഴമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് ശർക്കരയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ 3 അച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ശർക്കര എല്ലാം ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ അത് ഏകദേശം ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. അരിപ്പൊടി എടുക്കുന്നത് വറുക്കാത്തതോ വറുത്തതോ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുമല്ലോ, ആ ഒരു നൈസായിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് തരിതരിപ്പോട് കൂടിയിട്ടുള്ള പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ 1 കപ്പ് അരിപ്പൊടി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ അത് അരിപ്പൊടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കരപ്പാനി അരിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. ശർക്കരപ്പാനി നല്ല ചൂടുണ്ട്, ചൂടോടുകൂടെ തന്നെ വേണം അരിച്ചൊഴിച്ച് കൊടുക്കാൻ. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക, എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ച് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ ചൂട് വേണം കേട്ടോ. ആ ഒരു ചൂടോടുകൂടെ ഈ ഒരു ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ഉള്ളിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ ആരെടുത്ത പോലെ ഇരിക്കൂലേ, അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചൂടോടുകൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അതാ ഞാനിവിടെ മുഴുവൻ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ല രീതിയിൽ മിക്സായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് തിക്കായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം കൂടി ശർക്കരപ്പാനി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി ശർക്കരപ്പാനി ഇല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പാകാക്കി എടുത്താലും മതി. സാധാരണ ഉണ്ണിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അല്ല കേട്ടോ ഇതിന് വേണ്ടത്. ഇതിന് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്റർ തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടിക്ക് പുറമേ ഇതിൽ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അരിപ്പൊടി നേന്ത്രപ്പഴം മാത്രം മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ പരുവെന്ന് വെച്ചാൽ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ കോരി ഒഴിക്കുന്ന സമയത്ത് മുറിഞ്ഞ് വീഴുന്ന ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ കിട്ടാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ ഒരു ബാറ്റർ എങ്ങനെയാണ് കിട്ടേണ്ടതെന്നുള്ളത്. സാധാരണ നമ്മൾ ഉണ്ണിയപ്പൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, ഇതുപോലെ വേണ്ട ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോഴേ നമുക്ക് പലഹാരം തയ്യാറാക്കിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാക്കൊത്തൊക്കെ നെയ്യിൽ വറുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയും ചേർത്ത് കൊടുക്കുന്നില്ല, വെറുതെ 1 ടീസ്പൂണോളം നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു പലഹാരത്തിന്. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏറ്റവും ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതാണ്, അപ്പോൾ എല്ലാ വശത്തും എത്താൻ വേണ്ടിയിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി തേങ്ങാക്കൊത്ത് അല്ലെങ്കിൽ തേങ്ങ ചിരവിയത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണോളം എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ബാറ്റർ നമ്മൾ റെസ്റ്റ് ചെയ്യാനും വെക്കുന്നില്ല കേട്ടോ. ഇപ്പം നമ്മുടെ പലഹാരം തയ്യാറാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഉണ്ണിയപ്പ ചട്ടിയിലാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഓയിൽ നല്ലപോലെ ചൂടാക്കി എടുത്തതിൻ്റെ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കാനും. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ആ ഒരു അടിവശമൊക്കെ കരിഞ്ഞു പോകും, ഉൾവശം കുക്കായിട്ട് കിട്ടില്ല. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഓയിൽ കുടിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കുഴികളിലൊക്കെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന പോലെ തന്നെ മുകൾ വശം ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും കേട്ടോ. നമ്മളിതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുത്തില്ല, എന്നാലും നല്ല രീതിക്ക് തന്നെ പൊങ്ങി വന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ അതാ ഒരു സൈഡ് ആയിട്ടിട്ട് ഇതുപോലെ കളർ മാറുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം നമ്മൾ കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അടിവശമൊക്കെ കളർ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ ഉൾവശം കുക്കാവില്ല. അപ്പോൾ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇത് നല്ലപോലെ ഒന്ന് ഉൾവശമൊക്കെ കുക്കായിട്ട് അടിപൊളിയായിട്ട് കിട്ടും. ഇപ്പോൾ അതാ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞു. അപ്പോഴേക്കും നല്ല പോലെ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നേന്ത്രപ്പഴം നല്ല പോലെ പഴുത്ത് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒട്ടും ഓയിലൊന്നും കുടിക്കാത്ത നല്ലൊരു പലഹാരമാണിത്. ഇപ്പോൾ ഇത് ഏകദേശം മുഴുവനായിട്ട് ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം. അതായത് ഈ ഒരു ചട്ടി നല്ലപോലെ ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല ചൂടാണെങ്കിൽ ഇതിൻ്റെ അടിവശം കരിഞ്ഞു പോകും. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം അടുത്തത് ഒഴിച്ചു കൊടുക്കാൻ. 1 കപ്പ് അരിപ്പൊടിയും 2 നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കുഴിയിൽ നിറച്ച് ഒഴിച്ചു കൊടുക്കരുത്. നിറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഉൾവശമൊക്കെ കുക്കായി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഫൈനായിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ടൊരു തരിതരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാവ് കൂട്ടുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണോളൊക്കെ റവ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായത് 1 കപ്പ് നമ്മൾ അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണോളൊക്കെ റവ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. പഴം ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല കളറായിരിക്കും കേട്ടോ ഈ ഒരു പലഹാരത്തിന്. ഇപ്പോൾ അതാ നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ ഇനി കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സ്നാക്കൊക്കെ തയ്യാറാക്കലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ബാറ്റർ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.